ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗിന്റെ അപ്ലൈഡ് ഫിസിക്സ് 2 പേപ്പറാണ്. നമ്മൾ ഇന്നൊരു ക്യുക്ക് റിവിഷനിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിന് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ കാണാൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും സപ്ലൈ ഉള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്പെടും. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. നോട്ടിഫിക്കേഷനായി ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. സോ സ്റ്റുഡൻസ്, ഗെറ്റ് റെഡി ഫോർ ദ ക്ലാസ്. ടേക്ക് യുവർ നോട്ട്സ്, പെൻ, വാട്ട് എവർ യു വാണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. സെക്കൻഡ് മൊഡ്യൂൾ ഒപ്റ്റിക്സ് ആണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഇതാണ് ഒപ്റ്റിക്സിന്റെ അകത്ത് വരുന്ന ടോപ്പിക്സ്. ഇതിന്റെ അകത്ത് എക്സാമിന് ചോദിക്കാറുള്ളത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും അതിന്റെ 2 ലോസും ബി പാർട്ടിലായിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വൺ വേർഡിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ലോ തന്നിട്ട് അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും ലോ എന്താന്ന് പഠിക്കണം. പിന്നെ ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് പഠിക്കുക. അതുപോലെ തന്നെ കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ട്. നമുക്കറിയാം ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ ഒക്കെ ഡ്യൂ ടു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വൺ വേർഡിന്റെ അകത്ത് ചോദ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു 6 ഡയഗ്രാം പഠിക്കുന്നുണ്ട്. അപ്പൊ 6 ഡയഗ്രാമും പഠിക്കണം. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കേസിൽ ഒബ്ജക്റ്റ് ഇന്ന സ്ഥലത്താണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും എന്നുള്ള റേ ഡയഗ്രാം സ്കെച്ച് ചെയ്യാനായിരിക്കും എക്സാമിന് ചോദിക്കുക. ഏതെങ്കിലും 2 ഒക്കെ ആയിരിക്കും 6 ചോദിക്കുന്നത്. അതുകൊണ്ട് 6 പഠിച്ചാലേ ഏതെങ്കിലും 2 നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ലെൻസ് ഫോർമുല ഉണ്ട്. ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓരോ ടൈമും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് കൂടുതലായിട്ട് പ്രോബ്ലംസ് ആണ് ആ ടോപ്പിക്കിൽ നിന്ന് വരിക. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലം ചോദിക്കാറുള്ളതാണ്. സ്ഥിരമായിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാറുള്ളതാണ്. അടുത്താണ് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസിന്റെ അകത്ത് നമ്മുടെ ഈ പറഞ്ഞ ലെൻസ് ഫോർമുലയ്ക്കകത്ത് ഇക്വേഷൻ അതിൻ്റെ അകത്ത് പവർ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പവർ ഓഫ് ലെൻസിന്റെ SI യൂണിറ്റ് എക്സാമിന് ചോദിക്കാറുള്ളതാണ് വൺ വേർഡ് ആയിട്ട്. മാഗ്നിഫിക്കേഷനും പ്രോബ്ലത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് ലെൻസും പ്രോബ്ലത്തിൽ തന്നെയാണ് ചോദിക്കാറ്. പിന്നെ ലെൻസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതൊരു SI ക്വസ്റ്റ്യൻ ആണ്. SI ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ വരുന്ന ഒരു SI ക്വസ്റ്റ്യൻ ആണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പും ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പും. ചിലപ്പോൾ രണ്ടും കൂടെ ചോദിക്കും, A B എന്ന് പറഞ്ഞ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചോദിക്കുള്ളൂ. അപ്പം അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. ആ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ട് ബിയില് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, അതിന്റെ ആപ്ലിക്കേഷൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിന്റെ അകത്ത് വരുന്നത് നമുക്ക് നോക്കാനുള്ളത്. സോ 1 by 1 ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ഡയഗ്രാം ആണ് നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഡയഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെ. അപ്പൊ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നുണ്ട്. കണ്ടോ, ഇതാണ് വന്ന് വീഴുന്ന ലൈറ്റ് റേ. ആ വന്ന് വീഴുന്ന ലൈറ്റ് റേ ആണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻസിഡന്റ് റേ എന്ന് പറയും. അപ്പൊ ഒരു ഇൻസിഡന്റ് റേ വന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ ഇൻസിഡന്റ് ചെയ്യുന്ന ഇവിടെയാണ് വന്ന് വീണിരിക്കുന്ന ഇൻസിഡന്റ് റേ അല്ലെ. അപ്പം ഈ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഇൻസിഡന്റ് റേ ആണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പം ഇൻസിഡന്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് എന്താവണം? ഇൻസിഡൻസ് ആവണം. അപ്പൊ ഇൻസിഡന്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അപ്പൊ ഒരു റിഫ്ലക്റ്റീവ് സർഫസിലെ ഇൻസിഡന്റ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ലൈറ്റ് റേ എന്ത് ചെയ്തു? അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്തു, അതായത് തിരിച്ച് പോയി. ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിൽ പതിക്കുകയും തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ ഫിനോമിനനെയാണ് എന്തെന്ന് പറയാം? റിഫ്ലക്ഷൻ എന്ന് പറയാം. അത്രേ ഉള്ളൂ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ലൈറ്റ് വന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുകയും ആ റേ അതുപോലെ തന്നെ അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയാം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഇനി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റില് രണ്ട് ലോ ഉണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഡെഫിനേഷൻ പറയാം, വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതിയെടുത്തോളൂ. റിഫ്ലക്ഷൻ ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് എ സ്മൂത്ത് സർഫസ്. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഈ ഡയഗ്രാമും കൂടെ നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ലോസും ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ലോ ഉണ്ട്, രണ്ട് ലോ പഠിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ഓരോ ടേംസ് എന്താണെന്നൊന്നും കൂടെ പറയാം. വന്ന് വീഴുന്ന ലൈറ്റ് റേ ആണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇൻസിഡന്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. തിരിച്ച് മീഡിയത്തിലേക്ക് പോകുന്ന ലൈറ്റ് റേ, ബൗൺസ് ബാക്ക് ചെയ്യുന്ന ലൈറ്റ് റേ ആണ് റിഫ്ലക്റ്റഡ് റേ. പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ് നോർമൽ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ N ആണ്. ഇനി നോർമലും ഇൻസിഡന്റ് റേക്കും ബിറ്റ്വീനിൽ എന്തുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്, അതാണ് I. I ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. I ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ നോർമലും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, അതാണ് R. ആറിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. I ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, R ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ലോ ആണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ റേ ഉണ്ട്? ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, നോർമൽ ഉണ്ട്, പെർപെൻഡിക്കുലർ ലൈൻ അല്ലെ. അപ്പൊ ഇത് മൂന്നെണ്ണം എവിടെയാണ്? ഈ ഒരു പ്ലെയിനിലാണ്. ഈ ഒരു പ്ലെയിനില് ഏത് പോയിന്റിലാണ്? ഈ പറഞ്ഞ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലാണ്. അത്രേ ഉള്ളൂ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ റിഫ്രാക്ഷന്റെ ലോയും വരുന്നത്. നോക്കി, ഏതൊക്കെയാ നമുക്കുണ്ടായിരുന്ന? ഇൻസിഡന്റ് റേ ഉണ്ട് അല്ലെ. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ എന്താണ്, ഒരേ പ്ലെയിനിൽ എവിടെയാണ്? അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലായിരിക്കും. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഏതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഏതാണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും, ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റിഫ്ലക്ഷൻ. ഇനി റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് അവിടെ ബെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഗ്ലാസിന്റെ അകത്ത് നിറയെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വളവ് കാണും ഇല്ലേ. ഈ ലൈറ്റ് ഇവിടെ ബെൻഡ് ചെയ്യപ്പെടുന്നത് ലൈറ്റിന്റെ സ്പീഡ് മാറുന്നോണ്ടാണ്. ഇപ്പം എയറിലാണ് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പക്ഷെ ലൈറ്റിന്റെ സ്പീഡ് വാട്ടർ ആണ് നമ്മൾ വേറൊരു മീഡിയ ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിന് വ്യത്യാസമുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ലൈറ്റിന്റെ സ്പീഡ് മാറുമ്പോൾ ലൈറ്റ് വരുന്ന സ്പീഡ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഡയറക്ഷന് കുറച്ച് വ്യത്യാസം വരും. ആ വ്യത്യാസമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ഇൻസിഡന്റ് റേ വന്നിരിക്കുന്നത് അല്ലെ. ആ ഇൻസിഡന്റ് റേ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു പോകേണ്ടത്. പക്ഷെ എന്ത് ചെയ്യും? ഇവിടെ കുറച്ച് മാറി ഇങ്ങനെയായിരിക്കും നമ്മുടെ ലൈറ്റ് റേ പോവുക. അപ്പൊ എന്ത് ചെയ്തു? ഇതാ ഇത്ര ആംഗിള് അല്ല, ഇൻസിഡന്റ് റേയിൽ നിന്ന് ഇത്ര ആംഗിൾ എന്ത് ചെയ്തു? ലൈറ്റ് റേ ഒന്ന് ഡീവിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് മാറി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു.
ആ ഫിനോമിനയാണ് എന്തെന്ന് പറയാം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് അവിടെ ബെൻഡ് ചെയ്യപ്പെടുന്നു. ആ ഫിനോമിനയാണ് റിഫ്രാക്ഷൻ എന്ന് പറയാം. ഈ ബെൻഡിങ് നടക്കുന്നത് ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നോണ്ടാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കും അതുപോലെ തന്നെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ വ്യത്യാസം സംഭവിക്കും. റെയർ മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം, ഡെൻസർ മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ്. റെയർ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. വേറെ ഏത് മീഡിയം നമ്മൾ എടുത്താലും എയറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്. അതുകൊണ്ട് തന്നെ റെയർ മീഡിയം ആയിട്ട് നമ്മൾ എയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസോ വാട്ടറോ ഒക്കെ എടുക്കാം. എല്ലാത്തിനും എയറിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് എ എന്ന് പറയുന്ന ഡയഗ്രാം നോക്കുമ്പോൾ അറിയാം, ഇതിന്റെ അകത്ത് ലൈറ്റ് ട്രാവൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ലൈറ്റിന്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചാൽ മതി, ലൈറ്റിന്റെ ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ കേസില് ലൈറ്റ് എന്ന് പറയുന്ന റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്, ഈ ബെൻഡ് ചെയ്യുന്ന ഈ ലൈറ്റ് റേ ആണ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാം. ഇൻസിഡന്റ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റിനെയാണ് ഇൻസിഡന്റ് റേ എന്ന് പറയാം. അപ്പൊ ഇവിടെ റിഫ്രാക്റ്റഡ് റേ ഇതാണ് നമ്മുടെ നോർമൽ അല്ലെ. നോർമലിന്റെ അടുത്തേക്കാണ് എന്ത് വന്നിരിക്കുന്നത്, റിഫ്രാക്റ്റഡ് റേ വന്നിരിക്കുന്നത്. അപ്പം റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റഡ് റേ എവിടെയായിട്ടായിരിക്കും കാണപ്പെടുക, നോർമലിന് അടുത്തായിട്ടായിരിക്കും കാണപ്പെടുക. സെക്കൻഡ് കേസ് നോക്കിയേ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നോക്കിയേ, നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് എവിടെയാണ്, നോർമലിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഇതാണ് നമ്മുടെ നോർമൽ അല്ലെ. അപ്പൊ നോർമലിൽ നിന്ന് മാറിയാണ് റിഫ്രാക്റ്റഡ് റേ കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം മറ്റേതുപോലെ തന്നെ നമുക്കറിയാം, വന്ന് വീഴുന്ന റേ ഓഫ് ലൈറ്റിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നു. ഇവിടെ ബെൻഡ് ചെയ്യപ്പെടുന്ന റേ ഓഫ് ലൈറ്റിനെ നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നു. ഇൻസിഡന്റ് റേയും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലെ. അത്രയും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് റിഫ്രാക്റ്റഡ് റേ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്, റിഫ്രാക്റ്റഡ് റേയും ഇൻസിഡന്റ് റേക്കും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇനി നമ്മുടെ റിഫ്ലക്ഷന് ഫസ്റ്റ് ലോയും റിഫ്രാക്ഷന് ഫസ്റ്റ് ലോയും സിമിലർ ആണ്. ഇനിയും വരുന്നത് രണ്ട് ലോസ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. ആദ്യത്തെ ലോ എന്ന് പറയുന്നത്, ഇവിടെ എന്തൊക്കെ റേ ഉണ്ട്, ഇൻസിഡന്റ് റേയും നോർമലും റിഫ്രാക്റ്റഡ് റേയും അല്ലെ. ഈ മൂന്നെണ്ണം എവിടെയാണ്, ഒരേ പ്ലെയിനിലാണ്, ഈ പ്ലെയിനിൽ തന്നെയാണ്, സെയിം പ്ലെയിനിലാണ്. ഏത് പോയിന്റിലാണ്, അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ. അത് തന്നെയായിരുന്നു നമ്മുടെ റിഫ്ലക്ഷൻ്റെ അകത്തും. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ റിഫ്രാക്റ്റഡ് റേ ആണെങ്കിൽ അവിടെ റിഫ്ലക്റ്റഡ് റേ ആണ്. അത് മാത്രം മാറ്റിയാൽ മതി, ഓർത്തിരിക്കുക. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഐ എന്തായിരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെ. ഈ ആർ എന്തായിരുന്നു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈൻ കമ്പോണന്റിന്റെയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ സൈൻ കമ്പോണന്റിന്റെയും റേഷ്യോ ഡിവൈഡഡ് ബൈ ആയിട്ട് എഴുതിയാൽ എന്താണ്, റേഷ്യോ. റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പറയുന്ന പേരാണ് സ്നെൽസ് ലോ. മാറിപ്പോലെ സ്നെൽസ് ലോ. ഇവിടുത്തെ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എൻ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ. ഈ ലോയാണ് സ്നെൽസ് ലോ എന്ന് പറയാം. ഇത് തന്നെയാണ് ലോ ഓഫ് റിഫ്രാക്ഷന്റെ സെക്കൻഡ് ലോ. സൈൻ ഐയുടെയും സൈൻ ആറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ സൈനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്.
a constant ആണ് refractive index n. So we can write sin I by sin R equal to n, which is also known as Snell's law. Okay. ഇനി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ രണ്ട് ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ. സ്റ്റാർ തിളങ്ങുന്നില്ലേ, അപ്പം ആ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണമാണ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സൺറൈസും സൺസെറ്റും 2 മിനിറ്റ് നേരത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണമാണ്. അപ്പൊ ആ ജസ്റ്റ് ആ രണ്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾസ് വരുന്നുണ്ട്, ഒന്നും ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 3 കണ്ടീഷൻസ് നമ്മൾ ഓർത്തിരിക്കണം. ആ 3 കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ ലെൻസിലെത്തി റിഫ്രാക്ഷൻ നടന്ന് എങ്ങനെയായിരിക്കും പോവാ? ഫോക്കസിലൂടെ കടന്നു പോകും. ഇത് നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്ന 2 റേ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ. നമ്മുടെ ഒപ്റ്റിക് സെന്ററും ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പോകുന്ന സ്ട്രെയിറ്റ് ലൈനിനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. അപ്പം പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്ന 2 ലൈറ്റ് റേ പോയിരിക്കുന്നത്. അതെന്ത് ചെയ്തു? ലെൻസിലെത്തി റിഫ്രാക്ഷൻ നടന്ന് എന്ത് സംഭവിച്ചു? ഫോക്കസിലൂടെയാണ് കടന്നു പോയത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ ലെൻസിലെത്തി റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ട് പോകും. ഇവിടെ നോക്കുക, ഈ റേ ഓഫ് ലൈറ്റ് കാണിച്ചിരിക്കുന്നത് ഫോക്കസിലൂടെ കടന്നു പോവാണ്. ലെൻസിലെത്തി റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം എന്ത് സംഭവിക്കും? പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ടായിരിക്കും പോവുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡീവിയേഷൻ ഒന്നും നടക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും. ഈ കാണിച്ചിരിക്കുന്ന ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പോയിരിക്കുന്നത്. അതെന്താണ്? ഒരു ഡീവിയേഷനും നടക്കാതെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ് ചെയ്യുക. ഇതാണ് 3 കണ്ടീഷൻ. ഓക്കെ, ഈ 3 കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇമേജസ് വരയ്ക്കാൻ പോവാണ്. ഒബ്ജക്റ്റ് പല സ്ഥലങ്ങളെയും വെക്കും, അതനുസരിച്ചിട്ടുള്ള ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ഇമേജിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതില് 2ഓ 3ഓ ഫിഗർ ചിലപ്പോൾ എക്സാമിന് സ്കെച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പം ഡയഗ്രാം നോക്കി നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഓരോന്നും കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇമേജിന്റെ നേച്ചറും ചോദിക്കും, പൊസിഷൻ ചോദിക്കും. അപ്പം ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, നേച്ചർ എങ്ങനത്തെയാണ്, സൈസ് എങ്ങനത്തെയാണെന്നും കൂടെ എഴുതണം. ഇമേജ് മാത്രം വരച്ച പോരാ, ഇത്രയും കാര്യങ്ങളും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ഫിഗർ ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് വരയ്ക്കുന്നില്ല. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ റേ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ദൂരെ നിന്ന് എന്ത് ചെയ്യുന്നു? ഉള്ള 2 ലൈറ്റ് റേസ് വരുന്നതായിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 2 ലൈറ്റ് റേസ് വരുന്നു, ലെൻസിൽ എത്തുന്നു, റിഫ്രാക്ഷൻ നടന്ന് എന്ത് പോവും? ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ. പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ എങ്ങനെയാ പോവാ? ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. അതുപോലെ നമ്മൾ ഡയഗ്രാം വരച്ചു. ഇവിടെ ലൈറ്റ് റേസ് എവിടെയാണോ കൂടിച്ചേരുന്നത് അവിടെ ആയിരിക്കും നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമുക്കറിയാം 2 തരം ഇമേജ് ആണ് ഫോം ചെയ്യുക. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജും ഉണ്ട്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജും ഉണ്ട്. നമുക്ക് ഇമേജ് ലെൻസിന്റെ ഈ ഒരു സൈഡിൽ, റൈറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഈ സൈഡിൽ കിട്ടുന്നത് റേ ഓഫ് ലൈറ്റ് ഡൈവേർജ് ചെയ്യുമ്പോഴാണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ലെൻസിന്റെ റൈറ്റ് സൈഡിൽ കിട്ടുന്നത് ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുമ്പോഴാണ്. കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ കണ്ട ലൈറ്റ് റേസ് കൂടിച്ചേരുകയാണ് ചെയ്തത് അല്ലെ. ലൈറ്റ് റേസ് കൂടിച്ചേരുന്നതിനാണ് കൺവേർജ് എന്ന് പറയാം.
അപ്പൊ ആദ്യത്തെ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, അവിടെ 2 റേ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ 2 റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്തു, F2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടിച്ചേർന്നു, കൺവേർജ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. വലിയൊരു ഇൻഫിനിറ്റിയിലെ ഏതെങ്കിലും ഒരു വലിയ ഒബ്ജക്റ്റ് ആയിരിക്കാം നമ്മൾ ഫോക്കസ് ചെയ്തത്, പക്ഷെ നമുക്ക് കിട്ടിയത് ആ പോയിന്റിലാണ്, അല്ല ഒരു പോയിന്റിലാണ് നമുക്ക് കിട്ടുന്നത്. F2 എന്ന് പറയുന്ന പോയിന്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് വളരെ ചെറുതേ ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. ചെറുത് എന്നുള്ളതാണ് ഡിമിനിഷ്ഡ്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, നമ്മൾ ഇമേജിനെ ഇൻഫിനിറ്റിയിൽ വെക്കുന്നു, സോറി ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെക്കുന്നു, ഇമേജ് ഫോക്കസിൽ കിട്ടുന്നു. ലെൻസിന്റെ റൈറ്റ് സൈഡിലായതുകൊണ്ടും കൺവേർജ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയ ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പോയിന്റിലാണ് കിട്ടുന്നത് അല്ലെ, F2 എന്ന് പറയുന്ന പോയിന്റിലാണ് കിട്ടുന്നത്. അപ്പം പോയിന്റ് ഇമേജ് ആണ്, അതുകൊണ്ട് തന്നെ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ അങ്ങനെ നമ്മൾ ഇനി അടുത്ത ഡയഗ്രാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അടുത്ത ഡയഗ്രാം നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ബിയോണ്ട് 2F ആണ്. അതായത് 2Fന്റെ പുറകിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൽ നിന്നുള്ള 2 റേ ഓഫ് ലൈറ്റ് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കുമ്പോഴറിയാം, F2നും ബിറ്റ്വീനിൽ അല്ലെ, ബിയോണ്ട് ആയിരിക്കുമ്പോൾ ഇമേജ് F-ഉം 2F2ന്റെ ബിറ്റ്വീനിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ലെൻസിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേച്ചർ എങ്ങനെയാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇത്രയുണ്ട്, ഇമേജിന്റെ ഹൈറ്റ് ചെറുതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഡിമിനിഷ്ഡ് ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഫിഗർ വരയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെ വരയ്ക്കാം, ഒബ്ജക്റ്റ് വലുതും ഇമേജ് ചെറുതായിട്ടൊക്കെ വേണം വരയ്ക്കാനായിട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്ത കേസ് നോക്കുക, നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, 2Fലാണ്. നമുക്ക് ഇമേജും കിട്ടുന്നത് എവിടെയാണ്, എക്സാക്ട് 2Fൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. നമുക്ക് ലെൻസിന്റെ റൈറ്റ് സൈഡിൽ കിട്ടുന്നതുകൊണ്ട് ഇമേജിന്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ സെയിം സൈസ് ആണ്. ഒരു കേസിൽ മാത്രമാണ് സെയിം സൈസ് കിട്ടുന്നുള്ളൂ, അത് 2Fൽ വെക്കുമ്പോഴാണ്. അപ്പം സെയിം സൈസിലുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2F ആൻഡ് Fലാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്, 2Fന് പുറകിലായിട്ടാണ്. അതാണ് ബിയോണ്ട് 2F എന്ന് പറഞ്ഞിരിക്കുന്നത്. ലെൻസിന്റെ റൈറ്റ് സൈഡിലായതുകൊണ്ട് നേച്ചർ എങ്ങനെയായിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഫിഗർ നോക്കുമ്പോൾ അറിയാം ഇമേജ് വലുതായിട്ടാണ് വരച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുക, വലിയ ഇമേജ് ആണ് കിട്ടുക. അടുത്ത കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഫോക്കസിലാണ്. ഫോക്കസിൽ നമ്മൾ ഇമേജ് വെക്കുമ്പോൾ ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് 2Fലാണ്, ഇൻഫിനിറ്റിയിലാണ്. അറ്റ് Fല് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ കിട്ടുന്ന ഇമേജിനെ നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല. അടുത്ത കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ബിറ്റ്വീൻ F ആൻഡ് O. ഒപ്റ്റിക് സെന്റർ ആണ് O എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിക് സെന്ററും ഫോക്കസിനും ബിറ്റ്വീനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് വെച്ചിരിക്കുക. നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്, ഒബ്ജക്റ്റിന്റെ അതേ സൈഡില് കണ്ടോ. അപ്പം ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കിട്ടിയത്. ലെഫ്റ്റ് സൈഡിൽ ഇമേജ് കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും, നമ്മളിവിടെ പറഞ്ഞായിരുന്നു, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക. ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ ഇമേജ് ആണ് അല്ലെ. അതുകൊണ്ട് എൻലാർജ്ഡ് ഇൻ സൈസ് ആണ് പറയാൻ വേണ്ടി സാധിക്കും. ഇതേ ഡയഗ്രാം തന്നെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ അകത്തും വരുന്നത്, അതിന്റെ വർക്കിങ്ങിൽ വരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനിയും അടുത്തത് നമുക്ക് പറയാനുള്ളത് ലെൻസ് ഫോർമുല ആണ്. ലെൻസ് ഫോർമുല ഈ ഇക്വേഷൻ പഠിക്കാം. 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. v എന്ന് പറയുന്ന ഇമേജ് ഡിസ്റ്റൻസും u എന്ന് പറയുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസും f എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തും ആണ്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈ യുവിന്റെയും വിന്റെയും എഫിന്റെയും ഒക്കെ സൈൻ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കി വെക്കുക. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുമല്ലോ, അതനുസരിച്ചാണ് സൈൻ വരുന്നത്.
നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ y ആക്സിസ് അല്ലെ. അപ്പൊ എന്തായിരിക്കും, ഇവിടെ പോസിറ്റീവും താഴെ എന്താണ് നെഗറ്റീവും ആണ്. എക്സ് ആക്സിസ് ആണെങ്കിലോ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് സൈൻ ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനിയും സെന്ററിലാണ് നമ്മുടെ ലെൻസ് ഇരിക്കുക. നമുക്ക് കിട്ടുന്ന ഇമേജ് റൈറ്റ് സൈഡിലാണെങ്കിൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണ് വി എന്ന് പറയുന്നത് അല്ലെ. അപ്പം വിയുടെ സൈൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഇമേജ് വെർച്വൽ ഇമേജ് ആണെങ്കിൽ എവിടെയാ ഫോം ചെയ്യുക, ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ആ കേസിൽ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. യു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്, എല്ലാ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. യു എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക, ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് യു എന്താണ്, ഓൾവേസ് നെഗറ്റീവ് ആണ്. വി നമ്മുടെ ഇമേജ് അനുസരിച്ച് മാറും, പക്ഷെ യു എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, അതൊന്ന് നോക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഫോക്കൽ ലെങ്ത് അല്ലെ. ഫോക്കൽ ലെങ്ത് കോൺവെക്സിലും കോൺകേവ് ലെൻസിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് കോൺകേവും കോൺവെക്സും ലെൻസ് അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ O എന്ന് പറയുന്നത്. O മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അപ്പൊ ഇത് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. അപ്പം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എവിടെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ലെൻസ്. ലെൻസിന്റെ ഏത് സൈഡിലാണ് ഫോക്കൽ ലെങ്ത് വന്നിരിക്കുന്നത്, റൈറ്റ് സൈഡിലാണ് ഫോക്കൽ ലെങ്ത്. അപ്പം സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പം കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്താണ്, പോസിറ്റീവ് ആണ്. ഇനി കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇതാണ് ഒപ്റ്റിക് സെന്റർ അല്ലെ. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോക്കൽ ലെങ്ത് എവിടെയാ വന്നിരിക്കുന്നത്, ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. യെസ്. അപ്പം ആ കേസിൽ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആണ്. സോ അതൊന്ന് നോക്കിയിരിക്കും. അപ്പൊ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി പ്രോബ്ലത്തിന്റെ അകത്ത് ചിലപ്പം പവർ ഓഫ് ലെൻസ് ചോദിക്കും. പവർ ഓഫ് ലെൻസിന്റെ SI യൂണിറ്റ് വൺ വേർഡിന്റെ അകത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. പവർ ഓഫ് ലെൻസിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എഴുതുക m⁻⁻⁻1 അല്ലെങ്കിൽ ഡയോപ്റ്റർ ആയിരിക്കും. ഇനി പവറിന്റെ മാത്രം യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് വാട്ട് ആയിരിക്കും. ഇനി പവറിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി, ആ ഡെഫിനിഷൻ ഇക്വേഷൻ തന്നെ ഡെഫിനിഷൻ ആയിട്ട് എഴുതിയാൽ മതി. P = 1/f ആണ് അല്ലെ. 1/f എന്ന് പറഞ്ഞാൽ എന്താണ്, F എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. 1/f എന്ന് പറഞ്ഞാൽ എന്തായി, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പം പവർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ഇക്വേഷൻ എഴുതുക, P = 1/f. യൂണിറ്റ് നോക്കി വെക്കുക. മാഗ്നിഫിക്കേഷൻ ഒക്കെ പ്രോബ്ലത്തിന്റെ അകത്താണ് ചോദിക്കുക. മാഗ്നിഫിക്കേഷൻ വേണേ പറയാം, രണ്ട് ഇക്വേഷൻ ആണ് മാഗ്നിഫിക്കേഷന്റെ അകത്ത് വരുന്നത് അല്ലെ. ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് M എന്ന് പറയുന്നത്. രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് HI/HO ഉണ്ട്, V/U ഉണ്ട്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആണ് വരുന്നത്. HI/HO എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഈ ഇക്വേഷനിൽ നിന്ന് ഇമേജ് ഹൈറ്റിന്റെ ഒബ്ജക്റ്റ് ഹൈറ്റിന്റെ റേഷ്യോ ആയിട്ട് മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഇമേജ് ഡിസ്റ്റൻസിന്റെയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആയിട്ട് എന്ത് ചെയ്യാം, മാഗ്നിഫിക്കേഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, മാഗ്നിഫിക്കേഷന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. പ്രോബ്ലം തരുമ്പോൾ ഒബ്ജക്റ്റിനേക്കാളിലും ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടി അല്ലെങ്കിൽ 10 മടങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഇമേജ് ഫോം ചെയ്തു എന്നൊക്കെ തരികയാണെങ്കിൽ ആ 10 മടങ്ങ് ആ ഒരു സൈസ് പറയത്തില്ലേ, അതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ സൈനും കൂടെ ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, റിയൽ ഇമേജിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. വെർച്വൽ ഇമേജിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഫോക്കൽ ലെങ്ത്, അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ട് ഒറ്റ തവണ നമുക്കൊരു പ്രോബ്ലം ചോദിച്ചായിരുന്നു. ഇപ്പം 1/f = എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ഫോക്കൽ ലെങ്ത് തരും. ഒന്ന് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ഒന്ന് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തും ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഫോക്കൽ ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, F1 ആയിട്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത് വരുന്ന ഫോക്കൽ ലെങ്ത് F2 ആയിട്ട് എടുക്കുക. ഇനി കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഓർത്തോണം, ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആണ്. കോൺകേവ് ലെൻസ് ആണ് തരുന്നതെങ്കിൽ ഫോക്കൽ ലെങ്തിന് മൈനസ് വാല്യൂ ഇടുക. എന്നിട്ട്
ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ എഫ് കിട്ടും. 1/f ആണ് ആദ്യം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എഫ് കിട്ടും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ പ്രോബ്ലംസ് കുറെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് നോക്കിക്കൊള്ളുക. ജസ്റ്റ് ഒരു പ്രോബ്ലം വേണേ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് അല്ലെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് from a convex lens of focal length 15 centimeters should an object be placed so as to produce an image magnified 4 times if the image is real. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഇമേജ് റിയൽ ആണ്. അപ്പൊ എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 4 ആണ് അല്ലെ. റിയൽ ഇമേജ് ആയതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് 15 സെന്റിമീറ്റർ ഫോക്കൽ ലെന്ത് വരുന്ന ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കോൺവെക്സ് ലെൻസ് നിന്ന് എത്രമാത്രം അകലെയാണ് ഒരു ഒബ്ജക്റ്റ് വെച്ചാലാണ് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ 4 ഇരട്ടി വലുപ്പത്തിൽ ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാഗ്നിഫിക്കേഷൻ ആണ് ഈ 4 ടൈംസ് എന്ന് പറയുന്നത്. ഇമേജ് റിയൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. ഫോക്കൽ ലെന്ത് എന്തായിരിക്കും? കോൺവെക്സ് ലെൻസിൽ പോസിറ്റീവ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലെ നമുക്ക് തന്നിട്ടില്ല. ഇമേജ് ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് അറിയാവുന്ന ഫോർമുല എഴുതുക. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. ഇതിൻ്റെ അകത്ത് വിയും യുവും തരാത്തത് കൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എം തന്നിരിക്കുന്ന കേസിൽ നമ്മൾ എമ്മിന്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. എമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എം ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ്. എമ്മിന്റെ വാല്യൂ -4 ആണ്. വി ബൈ യു എന്ന് നമ്മൾ എഴുതി. നമുക്ക് വാല്യൂ അറിയത്തില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാം. നമുക്ക് വേണ്ടത് യു ആണ് അല്ലെ. അപ്പം യു മാത്രം വേണം നമ്മുടെ ഇക്വേഷനിൽ വരാനായിട്ട്. അപ്പം വിക്കുള്ള ഇക്വേഷൻ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഇതിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ യുവിനെ അപ്പുറം കൊണ്ടുപോവാം. അപ്പൊ എങ്ങനെ വരും? -4u. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വിക്ക് ഒരു വാല്യൂ കിട്ടി. ഈ വാല്യൂ നമുക്ക് ഇനി ലെൻസ് ഫോർമുല ഒന്ന് എഴുതി നോക്കാം അല്ലെ. ഇവിടെ വിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? -4u എന്ന് കൊടുക്കാം. അപ്പൊ നോക്കിയാൽ ഇതിലും യു. എഫിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ യു ഒരു അൺനോണേ ഉള്ളൂ. നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഇനി വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഈക്വൽ ടു വിയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. -4u ആണ്. ബൈ എന്തുണ്ട്? -1/u ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു യു എന്ന് പറയുന്ന യു ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? പ്ലസ് വരും. 4u ഇൻറ്റു 1 എന്ന് പറയുന്നത് 4u ആണ്. ഡിവൈഡഡ് ബൈ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു 4u ഉണ്ട്. യു ഇൻറ്റു യു എന്ത് വരും? u² വരും. ഇനി ഇവിടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 5u വരും. -4u² വരും. യുവും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് കിട്ടും? 1/15 ഈക്വൽ ടു 5/-4u എന്ന് കിട്ടി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു -4u 5 ഇൻറ്റു 50 എന്ത് വരും? 75. ഇനി u ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതിയാൽ മതി? ഇവിടെ മൈനസ് എന്ന് പറയുന്ന ഈ 4ന്റെ സൈൻ ആണ്. ഇവിടെ എന്താണ്? നടുക്കത്തെ സൈൻ ഇൻറ്റു ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻറ്റു ഇപ്പുറം വരുമ്പോ എന്താവും? ഡിവിഷൻ ആവും. സോ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? u ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 80.75 സെന്റിമീറ്റർ കിട്ടും. ആൻഡ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കിട്ടും. നമ്മൾ പറഞ്ഞു യു ഓൾവേസ് എന്താണ്? നെഗറ്റീവ് ആണ്. നമുക്ക് നെഗറ്റീവ് അല്ലേ കിട്ടിയത്. സോ അവർ ആൻസർ ഈസ് കറക്റ്റ്.
അങ്ങനെയാണ് യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഈ പ്രോബ്ലം ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് അറിയാമെങ്കിൽ മാത്രം എഴുതുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതിന്റെ ഓർ ആയിട്ട് വരും, അത് അറ്റൻഡ് ചെയ്യുക. അടുത്ത ലെൻസ് ഡിഫക്റ്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ലെൻസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. രണ്ട് തരം ലെൻസ് ഡിഫക്റ്റ് ഉണ്ട്. സ്പെറിക്കൽ അബ്രേഷൻ ഉണ്ട്, ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ട്. സ്പെറിക്കൽ അബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിനെയാണ് എടുക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ കളർ. ഇതാണ് ആ സിംഗിൾ കളർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് എടുത്തിട്ടുണ്ട്. ആ ലൈറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ലൈറ്റ് റേസിനെ ലെൻസിലൂടെ കടത്തിവിടും. ലെൻസിൽ എത്തുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ നടക്കുന്നു, ഫോക്കസിലൂടെ പോകും, അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന രണ്ട് ലൈറ്റ് റേ ഉണ്ട്, അല്ലെ? ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചേർന്ന് നിൽക്കുന്ന ലൈറ്റ് റേനെയാണ് നമ്മൾ പാരാക്സിൽ റേസ് എന്ന് പറയാം. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അകലെ നിൽക്കുന്ന രണ്ട് ലൈറ്റ് റേസ് ഉണ്ടല്ലോ, ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ ലൈറ്റ് റേസിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ റേസ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫോക്കസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അല്ലെ? അതായത് ഈ വരുന്ന ലൈറ്റ് റേസ് ലെൻസിലെത്തുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു. റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം ഈ പാരാക്സിയൽ റേസ് ഒക്കെ എന്ത് ചെയ്തു, ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തു. മാർജിനൽ റേസ് ഒക്കെ എന്ത് ചെയ്തു, വേറൊരു പോയിന്റിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പം ഒരേ ഇമേജ് നമുക്ക് രണ്ട് പോയിന്റിലായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ബ്ലർ ആൻഡ് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒറ്റ പോയിന്റിലാണ് കിട്ടുന്നതെങ്കിലോ ഇമേജിന്റെ ഇന്റൻസിറ്റി കൂടിയ അത് നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടുകയും നമുക്ക് ചെയ്യും, അല്ലെ? അപ്പൊ ലെൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സിംഗിൾ പോയിന്റിൽ ഈ രണ്ട് റേസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു ലെൻസിന്റെ ഇന്നബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെൻസിന്റെ ഡിഫക്റ്റിനെയാണ് സ്പെറിക്കൽ അബ്രേഷൻ എന്ന് പറയാം. ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിനെ ലെൻസിലൂടെ കടത്തിവിടുന്നു, ലെൻസിൽ എത്തുന്നു, റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം പാരാക്സിയൽ റേസ് എല്ലാം ഒരു പോയിന്റിലും മാർജിനൽ റേസ് എല്ലാം വേറൊരു പോയിന്റിലും ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ലെൻസിന് ഈ പറഞ്ഞ രണ്ട് റേസിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ലെൻസിന്റെ ഈ ഒരു ഇന്നബിലിറ്റി അല്ലെങ്കിൽ ഡിഫക്റ്റിനെയാണ് സ്പെറിക്കൽ അബ്രേഷൻ എന്ന് പറയാം. രണ്ട് പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ബ്ലർ ആൻഡ് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. സിംഗിൾ പോയിന്റിലാണെങ്കിൽ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിംഗിൾ പോയിന്റിലെ ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡിഫക്റ്റിനെ മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് സ്റ്റോപ്സ്, ക്രോസ്ഡ് ലെൻസ് അല്ലെങ്കിൽ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഒക്കെ യൂസ് ചെയ്യും. അടുത്ത ഡിഫക്റ്റ് ആണ് ക്രോമാറ്റിക് അബ്രേഷൻ. ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് വെച്ചാലും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ സ്പെറിക്കൽ അബ്രേഷന് കേസിൽ നമ്മൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിനെയാണ് കടത്തിവിട്ടെങ്കിൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നത് വൈറ്റ് ലൈറ്റിനെയാണ്. വൈറ്റ് ലൈറ്റിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു വൈറ്റ് ലൈറ്റ് എടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്, വൈറ്റ് ലൈറ്റിന് അതിന്റെ 7 കളേഴ്സിലേക്ക്, അല്ലെ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് കളേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ വൈറ്റ് കളറിലെ റേസ് ഇങ്ങനെ വരുന്നു, ലെൻസിൽ എത്തുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു. റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഡീവിഗേറ്റ് ചെയ്യുന്ന കളറ് ലെൻസിന്റെ ഏറ്റവും അടുത്താണ് ഫോക്കസ് ചെയ്യുക. അപ്പം വയലറ്റ് കളർ എന്ന് പറയുന്ന ലെൻസിനോട് ചേർന്ന് ഇവിടെ ഫോക്കസ് ചെയ്യും. റെഡ് കളർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കളേഴ്സ്, വിബ്ജിയോർ ആണ് നമ്മുടെ കളർ, അല്ലെ? ബാക്കിയുള്ള ഈ പറഞ്ഞ കളേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഈ വയലറ്റും റെഡ് ലൈറ്റിനും ബിറ്റ്വീനിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പം എല്ലാ കളേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ലെൻസിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ലെൻസിന്റെ ഈ ഒരു ഇന്നബിലിറ്റി അല്ലെങ്കിൽ ഡിഫക്റ്റിനെയാണ് ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയാം. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് കാണിച്ചിരിക്കുന്നത് ഒന്നും കൂടെ പറയാം. ഒരു വൈറ്റ് ലൈറ്റിനെ ലെൻസിലൂടെ കടത്തിവിടുന്നു, ലെൻസിൽ എത്തുന്നു,
അവിടെ ഡിസ്പേർഷൻ നടന്ന് 7 കളേഴ്സിലേക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന കളറ് ലെൻസിനോട് ഏറ്റവും അടുത്തായിരിക്കും ഫോക്കസ് ചെയ്യുക. ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന കളറ് ലെൻസിൽ നിന്ന് മാറിയായിരിക്കും ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള കളേഴ്സ് വയലറ്റിന്റെ റെഡ് ലൈറ്റിന്റെ ബിറ്റ്വീനിലായിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ 7 കളേഴ്സും 7 ഡിഫറെന്റ് ഫോക്കസിലായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ പറഞ്ഞ 7 കളേഴ്സിനെ ഒരു സിംഗിൾ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ലെൻസിന് കഴിയുന്നില്ല. ലെൻസിന്റെ ഈ ഒരു ഇന്നബിലിറ്റി ആണ് ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയാം. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കും. ഈ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അക്രോമാറ്റിക് ഡബ്ലറ്റ് അല്ലെങ്കിൽ അക്രോമാറ്റ് എന്ന് പറയാം. ഈ ഡയഗ്രാം കൂടെ നോക്കുക. ഈ കോൺകേവിന്റെ ഡയഗ്രാം വേണമെന്നില്ല, കോൺവെക്സിന്റെ ഡയഗ്രാം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് നമുക്കറിയാം, മൈക്രോസ്കോപ്പിന്റെ പ്രവർത്തനം തന്നെയാണ്, മൈക്രോസ്കോപ്പ് തന്നെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വലിയൊരു ഇമേജ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിനെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ചെറുതാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗ്രാം തന്നെയാണ്. നമ്മൾ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും? ഒരു ചെറിയ ഒബ്ജക്റ്റിനെ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിലും ബിറ്റ്വീനിലായിട്ട് വെക്കുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ വലിയൊരു ഇമേജ് നമുക്ക് ലെൻസിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ കിട്ടുന്നു. നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും? ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയാൽ നമ്മുടെ ഇമേജ് എങ്ങനെയാണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇതൊന്ന് വായിച്ചു നോക്കുക. സെയിം കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇമേജിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും കുറഞ്ഞ അകലമാണ്, മിനിമം ഡിസ്റ്റൻസിനെയാണ് ഡി എന്ന് പറയുന്നത്. ഡി ആണ് ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയും. ഡി തന്നെയാണ് വി എന്ന് പറയുന്നത്. ഇമേജിനെ നമുക്ക് കാണാനുള്ള ഡിസ്റ്റൻസ് ആണ്, ഇമേജ് ഡിസ്റ്റൻസ് തന്നെയാണ് വി എന്ന് പറയാം. ഇനി നമുക്ക് എമ്മിന്റെ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അതാണ് എം. എം ഈക്വൽ ടു 1+d/f ആണ്. ഈ ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ അകത്ത് വരുന്നത്. അടുത്തതാണ് എക്സ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. ഈ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്താണ് എക്സ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഒരു ചെറിയ ഒബ്ജക്റ്റിന്റെ വലിയ ഇമേജ് കാണാനാണെങ്കിൽ ടെലസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ ലാർജ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്, സ്റ്റാർ, ഗാലക്സി പോലെയുള്ള ഒബ്ജക്റ്റുകളുടെ വലിയൊരു ഇമേജ് കാണാൻ വേണ്ടിയാണ് ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ടെലസ്കോപ്പ് മാത്രമാണ് ഒരു ആംഗുലാർ മാഗ്നിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ലൈറ്റ് റേസിനെ ലെൻസിൽ വീഴ്ത്തുന്നത്. ബാക്കിയുള്ള കേസിലൊക്കെ നമ്മൾ പാരലൽ ആയിട്ടല്ലേ വരച്ച്, ഇവിടെ മാത്രമാണ് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ലൈറ്റ് റേസിനെ വീഴ്ത്തുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. സോ ടെലസ്കോപ്പ് മാത്രമാണ് ഒരു ആംഗുലാർ മാഗ്നിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലസ്കോപ്പിന്റെ കേസിൽ 2 ഒബ്ജക്റ്റ് ആണ് ഉള്ളത്, സോറി 2 ലെൻസ് ആണ് ഉള്ളത്, ഒബ്ജക്റ്റീവും IPSഉം. ഒബ്ജക്റ്റീവിന് ലാർജ് ഫോക്കൽ ലെങ്ത് ആണ് ഉള്ളത്, IPSന് ഷോർട്ട് ഫോക്കൽ ലെങ്ത് ആണ് ഉള്ളത്. ഇനി ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ലെൻസിൽ വരുന്നു, ലെൻസിലെത്തി റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം നമുക്കൊരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആംഗിളും കൂടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇമേജ് ആണ് A', B' ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ലെൻസിന്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇമേജിന്റെ നേച്ചർ എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പം ഈ O എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസും E എന്ന് പറയുന്ന IPS ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു 2 കോൺവെക്സ് ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. IPS എന്ന് പറയുന്ന ആ ടെലസ്കോപ്പ് നമ്മൾ നോക്കുന്ന പോയിന്റിലുള്ളതും ഒബ്ജക്റ്റീവ് ലെൻസ് വെച്ചിരിക്കുന്ന ആ ഒരു കുഴലുണ്ടല്ലോ, ട്യൂബിന്റെ ബിറ്റ്വീനിലായിട്ടായിരിക്കും വരിക.
അപ്പം എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഇമേജ് ആണ് IPSന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നുള്ള ലൈറ്റ് റേസ് പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ IPSൽ വരുന്നു, അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ എവിടെയോ ഒരു ഇമേജ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിൽ എവിടെയോ ചെന്ന് അത് കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. ഇനി ടെലസ്കോപ്പിന് മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷനും കൂടെ പഠിക്കുക. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതിയാവും. M = β/α. ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ബീറ്റ ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. അടുത്തതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ഒന്ന് നോക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യം ആ കണ്ടീഷൻസ് പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലായിരിക്കണം സഞ്ചരിക്കുക. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നു. ഈ പറഞ്ഞ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നോർമലിൽ നിന്ന് മാറിയായിരിക്കും, അല്ലെ? നോർമലിൽ നിന്ന് മാറിയായിരിക്കും കാണപ്പെടുക. ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസർ മീഡിയത്തിന്റെ അകത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതായിരിക്കണം. അപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുക. ഇത് കണ്ടോ, I എന്ന് പറയുന്നത് > C ആണ്. ഈ കണ്ടീഷനിൽ മാത്രമാണ് ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടുള്ളത്. ഈ കേസിലൊക്കെ എന്താണ് നടന്നിരിക്കുന്നത്? റിഫ്രാക്ഷൻ ആണ് നടന്നത്. ഇവിടെ മാത്രമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നത്. ഓക്കെ, അപ്പൊ 2 കണ്ടീഷൻസ് എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിന്റെ അകത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതായിരിക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. ലൈറ്റ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഡയറക്ഷൻ നോക്കുമ്പോൾ അറിയാം, അല്ലെ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ നോർമലും ഇൻസിഡന്റ് റേക്കും ബിറ്റ്വീനിലുള്ള ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇത്രയും ചെറിയ ആംഗിൾ ആണ് ഇവിടുത്തെ, അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെറുതാണ്. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ, അല്ലെ, ഇൻസിഡന്റ് റേ എന്ന് പറയുന്ന ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അതായത് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയും ചെറിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഈ B എന്ന് പറയുന്ന ഫിഗർ നോക്കുമ്പോൾ അറിയാം ഇവിടുത്തെ ആംഗിൾ അല്ല ഇവിടെ, അല്ല? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ ആംഗിളിൽ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടി. ആദ്യം <90 ഡിഗ്രി ആയിരുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇപ്പൊ എത്രയായി? 90 ഡിഗ്രി ആയി. അപ്പം C എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം, അല്ലെ? C എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. C ആണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ ഏത് ആംഗിളിലാണ്? ആ ആംഗിളിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിയ ആദ്യത്തെ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് <C ആയിരുന്നു. ആ കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് <90 ഡിഗ്രി ആയിരുന്നു. പിന്നീട് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്തു, അറ്റ് C എത്തി. ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എന്ത് ചെയ്തു? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി. അപ്പോൾ ഈ ആംഗിൾ ഏതാണ്? ആ ആംഗിളിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ ഏത് ആംഗിളിലാണ്?
ആ ആംഗിളിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്തു. അതാണ് ഐ ഗ്രേറ്റർ ദാൻ സി അല്ലെ. ഇവിടെ ഈക്വൽ ടു സി ആയിരുന്നു, പിന്നെ സിയേക്കാൾ കൂട്ടി, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പിന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടി. അവിടെ എന്ത് സംഭവിച്ചേ? ഇവിടെ റിഫ്ലക്ഷൻ ആണ് സംഭവിച്ചത് അല്ലെ. അപ്പം ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ ലൈറ്റ് മുഴുവനായിട്ട് എന്ത് ചെയ്തു? അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്തു വന്നു, തിരിച്ചു വന്നു. ഈ ഒരു ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ TIR എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബാക്ക് ഇൻ ടു എ മീഡിയം. എപ്പോഴാണ് സംഭവിച്ചത്? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോഴാണ് ഈ ഒരു ഫിഗർ വന്നത് അല്ലെ. ഈ കണ്ടീഷൻ നടന്നത് എപ്പോഴാണ് നടന്നത്? ഒന്ന്, ലൈറ്റ് എന്ന് പറയുന്ന ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോയി. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ഡെൻസർ മീഡിയത്തിന്റെ അകത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായി? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയി. അപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നത് അല്ലെ. ലൈറ്റ് മുഴുവനായിട്ട് അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വന്നു. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ നോക്കുക. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. അതായത് ഡയമണ്ട് ഒക്കെ ഇങ്ങനെ തിളങ്ങുന്നത്, പ്രഷ്യസ് സ്റ്റോൺസിന്റെയും ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യും അല്ലെ. അത് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. അതിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. വേറെ ഒരെണ്ണമാണ് മിറാഷ്. അതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. ഇതൊക്കെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസം, ഈ ആപ്ലിക്കേഷന്റെ ഒക്കെ പഠിച്ചിരിക്കുക കേട്ടോ, പേരൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ വരുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ, അതും പഠിച്ചിരിക്കുക. ചിലപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആപ്ലിക്കേഷനും ചോദിക്കാറുണ്ട്, അപ്പം എഴുതുക. ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോൺ സിഗ്നൽ അല്ലെങ്കിൽ ടെലിഫോൺ കേബിൾ ആയിട്ട്, ഇന്റർനെറ്റ് ഡേറ്റ കേബിൾ ഒക്കെ ആയിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് യൂസ് ചെയ്യുക. കാരണം അതിലെ എനർജി ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ. മാക്സിമം സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഡെക്കറേഷൻ പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. പിന്നെ ടോക്സിക് ആൻഡ് ഹസാർഡസ് എൻവറോൺമെന്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ. ഇതൊക്കെ നോക്കുക കേട്ടോ. ഇത്രയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിന്റെ അകത്ത് വരുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഉടനെ തന്നെ നമ്മുടെ തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.